ഇവിടെ പാലത്തിൻ്റെ ഗഡറുകൾ ഇവിടെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ്. ഓഹോ, ഇവിടെ ഇങ്ങനെയൊക്കെ ആയാ പൊളിച്ച്. ഇത് സർപ്രൈസായി പോയല്ലേ. ഇതൊക്കെ ഇങ്ങനെ ടാർ ചെയ്തു, 6 വരി പാത ടാറിങ് പൂർത്തി. 2 സൈഡിൽ നാഷണൽ ഹൈവേ, നടുക്ക് വീട്. പാലത്തിൻ്റെ പണികൾ ഇവിടം വരെ ആയിട്ടുണ്ട്. തൂണിൻ്റെ ഒക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്, എടപ്പള്ളിയിലാണ്. ഇതേ എൻ്റെ ഇടതുവശത്ത് ലുലു മാളാണ് കാണുന്നത്. നേരെ കൊച്ചി മെട്രോ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു റോഡാണ് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന കൊച്ചി മെട്രോയുടെ തൂണില്ലേ, അതിൻ്റെ മേലെ കൂടെയാണ് NH 66 വരാൻ പോകുന്നത്. അതായത് അത്രയും ഉയരത്തിലായിരിക്കും. വാവ്, അടിപൊളിയായിരിക്കും. അതായത് ഏറ്റവും മുകളിൽ NH 66, അതിൻ്റെ താഴെ കൊച്ചി മെട്രോ, അതിൻ്റെ താഴെ NH 544. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, 544. അതിൻ്റെ താഴെ ഇപ്പോൾ നിലവിലുള്ള ഈ റോഡ് എൻ്റെ പൊളിയായിരിക്കും. ഇപ്പോൾ ഇടപ്പള്ളിയിൽ നിന്ന് അരൂർ വരെ ഇപ്പോൾ ഓൾറെഡി ടോൾ റോഡാണ്, പക്ഷേ 4 വരി പാതയാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് ഇടപ്പള്ളിയിൽ നിന്ന് അരൂർ വരെയും എലിവേറ്റഡ് ഹൈവേ വരാനാണ് സാധ്യത എന്നാണ്. അത് കൺഫേം ആയിട്ടുണ്ടെന്ന് അറിവുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പൊളിക്കും. ഇവിടുന്ന് അരൂർ വരെ എലിവേറ്റഡ് ഹൈവേ, അരൂരിൽ നിന്ന് തുറവൂർ വരെ ഇപ്പോൾ ഓൾറെഡി എലിവേറ്റഡ് ഹൈവേ പണി തീരാറായി, തൂണിൻ്റെയൊക്കെ പണി തീരാറായി. അപ്പോൾ ഇതും കൂടെ എലിവേറ്റഡ് ഹൈവേ ആയി. ആ എലിവേറ്റഡ് ഹൈവേയുമായി ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ എത്ര കിലോമീറ്റർ. ഇപ്പം തന്നെ തുറവൂർ അരൂർ 12 കിലോമീറ്ററാണ്. എല്ലാം കൂടെ ഇപ്പോൾ ഏകദേശം 30 കിലോമീറ്ററിന് മുകളിൽ, അല്ലേ 30 കിലോമീറ്റർ മുകളിലാണ്, അല്ലെങ്കിൽ 30 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള എലിവേറ്റഡ് ഹൈവേ. അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പറവൂർ വരെയുള്ള കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാം. ഇവിടെ ഓടയുടെ നിർമ്മാണമൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സിഗ്നൽ ഫ്രീ റോഡാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയും സിഗ്നൽ ഫ്രീ റോഡാണ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഇടപ്പള്ളിയിൽ നിന്ന് അരൂർ വരെയുള്ളത് ഒരുപാട് സിഗ്നലുകളുണ്ട്, U-turn ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ സിഗ്നൽ ഫ്രീ റോഡാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ 6 വരി പാത. അതാണ് ഏറ്റവും ബെറ്റർ. ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും നല്ലത് അങ്ങനത്തെ റോഡാണ്. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോൾ റോഡ് എന്തായാലും പുതുക്കി പണിയേ പറ്റൂ. അപ്പോൾ എലിവേറ്റഡ് ഹൈവേ ആയിരിക്കും വരുന്നത്. കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യാം. കൺഫേം ആയിട്ടുണ്ടെന്ന് അറിവുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇടപ്പള്ളി കഴിഞ്ഞ് നേരെ കുന്നംപുറമാണ്. അപ്പോൾ കുന്നംപുറത്ത് ഇവിടെ ഓട നിർമ്മാണം, ഇടത് സൈഡിൽ ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കുന്നംപുറം സിഗ്നലിൻ്റെ അവിടെയാണ്. ഈ ഓട നിർമ്മാണമൊക്കെ ഇടയ്ക്ക് പൂർത്തീകരിച്ചതേ ഉള്ളൂ. എന്തായാലും കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അവിടെ സർവീസ് റോഡ് മെറ്റിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഭൂമി നിരപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ പാലം വരുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു മേൽപ്പാലം, ചെറിയ പാലമാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും പൈലിങ് നടക്കുന്നുണ്ട്. മേൽപ്പാലോ അല്ലെങ്കിൽ ഒരു അണ്ടർ പാസേജോ ആണ്, അതിൻ്റെ പൈലിങ് നടക്കുന്നുണ്ട്. കുന്നുംപുറമാണ് കേട്ടോ. കുന്നുംപുറം സിഗ്നൽ കഴിഞ്ഞ് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും പുതിയ റോഡ് പോകുന്നത്. ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഓക്കെ, റൈറ്റ് സൈഡിലും ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കുന്നംപുറം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അധികം നാളായിട്ടില്ല, ഈ ഇടയ്ക്കാണ് ഓട നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇവിടെയൊക്കെ കേട്ടോ കുറച്ച് ഭാഗം ഓട നിർമ്മാണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഇവിടെ ഓട നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഓട നിർമ്മാണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ പണി നടക്കുകയാണ്. കാരണം അവിടെ കുറച്ച് താഴ്ചയുള്ള സ്ഥലമാണ്. ക്രാഷ് ബാരിയർ പണിഞ്ഞ് അവിടെ മണ്ണിട്ട് അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ. നമ്മൾ ചേരാനല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തക്കാവും
ചേരാനല്ലൂർ തൈക്കാവ് എത്തിയിട്ടുണ്ട്. ചേരാനല്ലൂർ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ക്രാഷ് ബാരറിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരുപാട് ദൂരത്തേക്ക് ക്രാഷ് ബാരറിൻ്റെ പണി നടന്നിട്ടുണ്ട്. ഇതിലൂടെ ഓട നിർമ്മാണം, അതേപോലെ തന്നെ ഓട നിർമ്മാണം റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ലൈൻ മാറ്റിയിട്ടില്ല. റൈറ്റ് സൈഡിലും ലൈൻ മാറ്റിയിട്ടില്ല. പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടേ ഉള്ളൂ. ഉടനെ ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും. ചേരാനല്ലൂർ മേൽപ്പാലം വരുന്നുണ്ട്. മേൽപ്പാലത്തിന് ആവശ്യമായിട്ടുള്ള തൂണുകൾ ഇവിടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. രണ്ട് ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ തൂണിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ചേരാനല്ലൂരിൽ ഇപ്പോൾ ഇങ്ങനെയാണ്. പാലത്തിൻ്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റോഡ് വൺ വേ ആക്കിയിട്ടേക്കാണ്. എന്നാ വീതി ഈ സ്ഥലത്തല്ലേ. തൂണിൻ്റെ പണി കണ്ടോ. ഒരു ഫ്ലൈ ഓവറാണ് കേട്ടോ ഇവിടെ വരുന്നത്. വല്ലാത്ത സിഗ്നലേ. ഏകദേശം 3 മിനിറ്റ് കൊണ്ടായി ഇവിടെ കിടക്കാൻ തുടങ്ങി. ഇവിടെ എന്തായാലും ഫ്ലൈ ഓവറിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ് ചേരാനല്ലൂരിൽ. വരാപ്പുഴ പാലം എത്തിയിട്ടുണ്ട്. ഇവിടെ പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാലത്തിൻ്റെ പണി തുടങ്ങി. തൂണിൻ്റെ പണി കഴിയാറായിട്ടാ. തൂണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. കരയിലുള്ള തൂണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ വെള്ളത്തിൽ പൈലിങ് നടക്കുന്നേ ഉള്ളൂ. വരാപ്പുഴ പാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു പാലമുണ്ട്. ഇവിടെയും പുതിയ പാലത്തിൻ്റെ പൈലിങ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഓട നിർമ്മാണമൊന്നും ഈ ഭാഗത്ത് തുടങ്ങിയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ ഒരുപാട് പെൻഡിങ് ആണ്. അപ്പോൾ വിഷു നോക്കുമ്പോൾ ആലപ്പുഴ ജില്ല ഫാർ ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഞാൻ ഏകദേശം 1.5 കൊല്ലം മുമ്പാണ് ഈ ഭാഗത്തേക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് കെട്ടിടങ്ങൾ പൊളിക്കുന്നേ ഉള്ളായിരുന്നു കേട്ടോ. ആ പൊളിച്ച് മാറ്റി അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗത്തെ കാഴ്ച. ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി അതേപോലെ കിടക്കുകയാണ്. വേറെ ഒരു പണിയും ഇവിടെ പുരോഗമിച്ചിട്ടില്ല. നമ്മൾ എത്തിയിരിക്കുന്നത് ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ വരാപ്പുഴ. മുമ്പേ കണ്ടത് വരാപ്പുഴ പാലം, ഇത് വരാപ്പുഴ ജംഗ്ഷൻ കേട്ടോ.
വരാപ്പുഴയിൽ എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ജെയിൻറ്റ് വീലൊക്കെ നല്ല സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. വരാപ്പുഴയിലൊക്കെ ഓറഞ്ച് 3 കിലോയാണ് 3 കിലോ ഓറഞ്ച് 100 രൂപ. ഇവിടെ എന്തോ ഫെസ്റ്റ് നടക്കുകയാണ്. കൊടിപൂരം വരാപ്പുഴ ടൂറിസം ഫെസ്റ്റ്. കുതിരകളൊക്കെ റെസ്റ്റാണ്. ജെയിൻറ്റ് വീല് വെറുതെ കിടന്ന് ഇറങ്ങണം. അതിലൊന്നും ആരും ഇല്ലല്ലേ? ഉണ്ട് എല്ലാത്തിലൊന്നും ഇല്ല. കലങ്ങും വിലങ്ങും വാഹനങ്ങളാണല്ലോ. വരാപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അണ്ടർ പാസേജാണ് കേട്ടോ. അണ്ടർ പാസേജിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് അടക്കുകയാണ്. നമ്മൾ വരാപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡ് ചേർന്നിട്ടായിരിക്കും പുതിയ റോഡ് വരുന്നത്. ഇവിടെ ഓട നിർമ്മാണം റൈറ്റ് സൈഡിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഓട നിർമ്മാണം ഒന്നും കാണുന്നില്ല. നമ്മൾ വരാപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ റോഡ് ടാറും ചെയ്തിട്ടുണ്ട് ഗേയ്സ്. ഇന്നാണെന്ന് തോന്നുന്നു ടാറും പൂർത്തീകരിച്ച. ഫ്രണ്ട്സ്, വരാപ്പുഴ കഴിഞ്ഞ് വരുമ്പം കൂനമ്മാവിലാണ് ഈ കുറച്ച് ഭാഗം ടാർ ചെയ്തേക്കുന്നത്. നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ റോഡ് വരുന്നത്. ഊരിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടെ കംപ്ലീറ്റ് ഇടത് സൈഡിൽ കൂടെയാണ് റോഡ് വരുന്നത്. ഇവിടെ കുറേ ഭാഗം ഇങ്ങനെ ടാർ ചെയ്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ വരെ വീഡിയോ എടുത്ത് നിർത്തിയാണ്. പിറ്റേ ദിവസമാണ് നമുക്കിതിൻ്റെ ബാക്കി കാണാൻ. നമ്മൾ കൂനമാവിലാണ്. ഇവിടെയൊക്കെ നാഷണൽ ഹൈവേ വളരെ ചെറുതാണ്. ഇത് NH 66 ചെറിയ റോഡാണ്. ഭയങ്കര തിരക്കും ചെറിയ റോഡാണ്. നമുക്ക് പുതിയ റോഡിൽ കൂടി പോകാൻ പുതിയതായിട്ട് വരുന്ന നാഷണൽ ഹൈവേയുടെ വീതി ഉണ്ടാവും. കംപ്ലീറ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ പുതിയ റോഡ് വരുന്ന. നിലവിലുള്ള റോഡ് അതാണ്. അതായത് ഇപ്പം വരുന്ന സർവീസ് റോഡിൻ്റെ അത്രയേ ഉള്ളായിരുന്നു. ഇപ്പോൾ വരുന്ന സർവീസ് റോഡിൻ്റെ വീതിയേ ഉള്ളൂ ഇപ്പോൾ നിലവിലുള്ള നാഷണൽ ഹൈവേ 66. അത്രയും ചെറിയ റോഡ് ഇവിടെ. എന്തായാലും ഇതാണ് പുതിയ നാഷണൽ ഹൈവേ 66. രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലാണ് ഓട നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഓട നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലാൻഡ് റെഡിയാക്കി ഇട്ടേക്കുവാണ്. വേറെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്ത്. അതുപോലെ ഇലക്ട്രിക് ലൈനൊക്കെ സെൻറ്ററിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓട നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ കേട്ടോ. റൈറ്റ് സൈഡ് ഇപ്പോൾ ഈ വണ്ടി പോകുന്ന ഈ ആംബുലൻസ് പോകുന്നതാണ് NH 66 ഇപ്പം നിലവിലുള്ള. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. അതിൻ്റെ 4 തൂണ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇടത് സൈഡിൽ കൂടെയാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത് കേട്ടോ. വേറെ നിർമ്മാണമൊന്നും കഴിഞ്ഞില്ല. ഒരു സൈഡിലെ ഓട നിർമ്മാണം മാത്രം പൂർത്തിയായിട്ടുള്ളൂ. വേറെ നിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല. നമുക്ക് അതേ കൂടെ തന്നെ കയറി പോവാം. ഇവിടെ പുതിയ റോഡ് കാണാനല്ലേ വീഡിയോ എടുക്കുന്നത്. ഇവിടെ അത്യാവശ്യമായിരുന്നു. എന്തൊരു ചെറിയ റോഡാണ് പറവൂരൊക്കെ. അതും തിരക്ക്, ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലമാണ്.
നമ്മൾ കംപ്ലീറ്റ് ഇപ്പം നിലവിലുള്ള റോഡിൽ നിന്ന് മാറിയിട്ടാണ് കേട്ടോ ഈ റോഡ് പോകുന്നത്. വേണമെങ്കിൽ ബൈപ്പാസ് എന്ന് പറയാം, പക്ഷെ ഇവിടെ നല്ല ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പറവൂർ ബൈപ്പാസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. നമുക്ക് ഈ വീഡിയോ പറവൂർ ബൈപ്പാസ്. ഓഹോ, ഇവിടെ ഇങ്ങനെയൊക്കെ ആയാ പൊളിച്ച്. ഇത് സർപ്രൈസായി പോയല്ലേ ഗൈസ്. നമ്മൾ പറവൂർ കൂനമ്മാവിലാണ്. കൂനമ്മാവിൽ ഇപ്പോൾ കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ ടാർ ചെയ്തു. 6 വരി പാത ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നല്ല ടാറിൻ്റെ മണം. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് ടാറിങ് ചെയ്തതേ ഉള്ളൂ. വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വണ്ടി കയറ്റിയത്. അങ്ങനെ പറവൂരിൽ കുറേ ഭാഗത്ത് റോഡ് പണി പൂർത്തിയായിട്ട് ടാറിങ് വരാൻ ചെയ്തു. കുറച്ച് ഭാഗത്ത് കേട്ടാ. ഇപ്പം നിലവിലുള്ള റോഡ് കണ്ട, ഇപ്പം വീണ്ടും നിലവിലുള്ള റോഡുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആ വളവ് കംപ്ലീറ്റ് നൂന്നിട്ടാണ് പുതിയ റോഡ് വരുന്നത്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമുക്ക് പറവൂർ ബൈപ്പാസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. പറവൂർ ബൈപ്പാസ് തുടങ്ങുന്ന അവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഉടനെ ടാറിങ് കാണും സർവീസ് റോഡിൻ്റെ. ഇപ്പോൾ നിലവിലുള്ള നാഷണൽ ഹൈവേ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ വാഹനങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള റോഡിൻ്റെ 2 സൈഡിൽ കൂടെയാണ് പുതിയ റോഡ് പോകുന്നത്. അപ്പുറം ഇപ്പുറം ഒരേപോലെയാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. കണ്ട റൈറ്റ് സൈഡിലും ഉണ്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ഇട്ട് ഭൂമി നിരപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ റോഡ് പോകുന്നത്, പുതിയ റോഡ് പോകുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ പീറൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർ പാസേജിൻ്റെ തൂണൊക്കെ ഇതേ രീതിയിൽ റെഡി ആയിക്കൊണ്ടുണ്ട്. അണ്ടർ പാസേജൊക്കെ ഈ തൂണിൽ നിർമ്മിക്കണം, അപ്പോൾ കൂടുതൽ നന്നായിരിക്കണ്ട. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ പണിയൊക്കെ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പം കൃത്യ സ്ഥലം എന്ന് പറയുന്നത് അപ്പുറത്തൂടെ പോകാൻ. എവിടെയാണ്? കോച്ചാൽ. ഫ്രണ്ട്സ്, നമ്മൾ കോച്ചാലാണ്. ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടില്ല, ഒട്ടന്നെ ടാറിങ് നടക്കും കേട്ടോ. അവിടെ ടാറിങ് കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്, ടാറിങ് ചെയ്തിട്ടില്ല. ഇതൊരു താറ് മാത്രം ഇങ്ങനെ ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മേളിലാണ് ടാറിങ് വരുന്നത്. ഉടനെ ഇവിടെ സർവീസ് റോഡ് ടാറ് ചെയ്യും. കൂനമ്മാവ് കോച്ചാലാണ്. നമ്മളെന്തായാലും അതുവഴി കയറി പോകുന്നില്ല. ഇവിടെയൊക്കെ നല്ല വലിയ രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉടനെ സർവീസ് റോഡ് ടാറിങ് ചെയ്യും. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ, നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ ഇതുവഴി. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് പുതിയ റോഡ് വരുന്നത്. കംപ്ലീറ്റ് റൈറ്റ് സൈഡിൽ കൂടെയാണ് പുതിയ റോഡ് വരുന്നത്. അപ്പോൾ ഈ 2 റോഡിൻ്റെ നടുക്കൊരു വീടുണ്ടല്ലോ, അപ്പോൾ ഈ വീട് പോവില്ലല്ലേ? ഓ, ഈ വീട് കൊള്ളാം കേട്ടോ. ആ റോഡിൻ്റെ നമുക്ക് ആ വീട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കാണണം. ഈ വീട് പോവുമല്ലോ. ഇതെന്താണ്, പോവില്ലേ? അതാ പോവോ? ഇല്ല, ഈ വീട് പോവില്ല. വേണ്ട, ഓടയുടെ ഇപ്പുറത്താണ് നിൽക്കുന്നത്.
വീട്ടിൽ താമസമുണ്ട്. 2 റോഡിന് നടുക്ക്, 2 റോഡും ചേർന്നാണ് കേട്ടോ ഈ വീടിൻ്റെ 2 വശത്തെ റോഡ്. നമ്മളിപ്പോൾ വരാപ്പുഴ കോച്ചാലിലാണ്. ഇവിടെ നമുക്ക് ഇതുവഴി വാഹനം ഓടിച്ച് പോകാക്കൂല. കണ്ട അവിടെയൊക്കെ ഈ ചെറിയ കലങ്ങിൻ്റെയൊക്കെ പണി നടക്കുകയാണ്. ഇവിടെയൊക്കെ ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായി. കണ്ട അങ്ങോട്ട് പോകാക്കൂല. ഇവിടെയൊക്കെ 2 സൈഡിൽ ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എങ്കിൽ ഈ വീട് എനിക്ക് എന്തോ ഒരു 2 സൈഡിൽ നാഷണൽ ഹൈവേ, നടുക്ക് വീട് ചേർന്നിട്ടാണ്, അപ്പുറത്തും ചേർന്നിട്ടാണ് റോഡ്. കംപ്ലീറ്റ് ഈ റോഡിൽ നിന്ന് കംപ്ലീറ്റ് മാറിയിട്ടാണ് പോകുന്നത് കേട്ടോ, പുതിയ റോഡ് റൈറ്റ് സൈഡിൽ കൂടെ. പക്ഷെ നമുക്കതുവഴി പോകാക്കൂല. ഞാൻ പോയി നോക്കി, ഒരു വണ്ടിയും പോകില്ല. നമുക്കിനി ഈ റോഡ് വന്ന് കയറുന്ന അവിടെ നിന്ന് ബാക്കി ഭാഗം തുടങ്ങാം. ഫ്രണ്ട്സ്, ആ റോഡ് വന്ന് കേട്ടോ ഇവിടെ വന്ന്, ആ റോഡ് ഇവിടെ വന്നാണ് കയറുന്നത്. വള്ളുവള്ളിയിലാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ പണി 4 പീറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. പീർ ക്യാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. 4 തൂണും സെറ്റായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മുമ്പേ കണ്ടോ വലത് തിരിഞ്ഞു പോയ റോഡ് ഇവിടെ വന്ന് കയറുന്നത്. അധികം ദൂരമല്ല, ഒരു 200-300 മീറ്റർ മാറിയിട്ടാണ് വീണ്ടും ഈ റോഡിൽ വന്ന് കയറുന്നത്. നിലവിലുള്ള റോഡ് താഴെ കൂടെ പോവും, പുതിയ NH 66 മേളിൽ കൂടെ പോവും. അങ്ങനെ നാഷണൽ ഹൈവേ ഇപ്പം നിലവിലുള്ളത് അതുവഴി പോവും. പുതിയ റോഡ് ഇങ്ങനെയാണ്, കംപ്ലീറ്റ് മാറിയിട്ടാണ് പോകുന്നത്. ഒരു ബൈപ്പാസ് പോലെയാണ് പോകുന്നത്. നമുക്ക് ഇതുവഴി എവിടം വരെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ്, 2 സൈഡിലും ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പുതിയ റോഡാണ്, വൈഡനിങ് അല്ല. ഇവിടെ ചെറിയൊരു കാനയുണ്ട്, കാനയുടെ ഒക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബൈക്ക് ഇവിടം വരെ പോകാൻ പറ്റൂ. ഇവിടെ പാലമാണ് വരുന്നത് കേട്ടോ. നമുക്ക് ബൈക്ക് അങ്ങോട്ട് ഓട്ടിക്കാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് അവിടം വരെ പോയി പാലത്തിൻ്റെ പണി ഇവിടം വരെ ആയ നോക്കാം. ഇവിടം വരെ വന്നതല്ലേ, പിന്നെ പാലത്തിൻ്റെ പണി കാണിച്ചില്ലെങ്കിലാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പാലത്തിൻ്റെ പണികൾ ഇവിടം വരെ ആയിട്ടുണ്ട്. തൂണിൻ്റെ ഒക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈലിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറഞ്ഞ് അപ്പുറത്തൂടെ നിലവിലുള്ള നാഷണൽ ഹൈവേ കൂടെയാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. വർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇങ്ങോട്ട് നല്ല വളവും തിരിവുള്ള റോഡാണ് നിലവിൽ. പക്ഷേ ആ റോഡ്, ആ വളവും തിരിവും എല്ലാം കംപ്ലീറ്റ് നൂത്തുകൊണ്ടിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് നിവർത്തിയിട്ടാണ് പുതിയ റോഡ് വരുന്നത്. അടിപൊളിയായിട്ടാണ് ഇങ്ങോട്ടുള്ള പണികൾ നടക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ മുമ്പേ കണ്ട കാഴ്ച. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ മുമ്പേ വീഡിയോ എടുത്തത്. പാലത്തിൻ്റെ നമ്മൾക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ. അതിൻ്റെ അപ്പുറത്തുനിന്ന് കണ്ടല്ലേ, ഇവിടെ ഈ പാലത്തിന് ആവശ്യമായ ഗഡറുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ വരെ പോകാൻ പറ്റുമോ അറിയത്തില്ല. പോകാൻ പറ്റുന്നിടത്തോളം നമ്മൾ പോകും. ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ പാലത്തിൻ്റെ ഗഡറുകൾ ഇവിടെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊരു ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. നിലവിലുള്ള റോഡുമായിട്ട് ഒരുപാട് കുറച്ച് ദൂര വ്യത്യാസത്തിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വീണ്ടും വന്ന് കറക്റ്റ് സ്ഥലമെന്ന് അറിയാൻ പോയി കേട്ടോ. ഇതിപ്പോൾ നിലവിലുള്ള റോഡിൽ നിന്ന് മാറിയതിനെ കൊണ്ട്
സ്ഥലപ്പേരൊന്നും കടയൊന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല, കൃത്യമായിട്ട് അറിയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. ഇവിടെ റോഡ് ക്രോസിംഗ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരും. അതിൻ്റെ പണിയൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ അണ്ടർ പാസേജ് ഫുള്ള് ഈ തൂണിലാണ് വരുന്നത്. ഇവിടെ പിയർ ക്യാപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അണ്ടർ പാസേജാണ്. ഇങ്ങനെ വേണം അണ്ടർ പാസേജൊക്കെ പണിയാൻ. കൊല്ലത്ത് അണ്ടർ പാസേജ് എല്ലാം കുടുസ് അണ്ടർ പാസേജ്, ഇവിടുത്തെ അണ്ടർ പാസേജ് എല്ലാം അടിപൊളി. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. ഇത് നല്ല തിരക്കുള്ള റോഡാണെന്ന് തോന്നുന്നു. ഇത് എങ്ങോട്ടുള്ള റോഡാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയ പള്ളി കൈതാരം, നമ്മൾ ചെറിയ പള്ളിയിൽ അവിടുത്തെ കാഴ്ചയാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് നിലവിലുള്ള നാഷണൽ ഹൈവേയിലാണ് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഈ നിലവിലുള്ള നാഷണൽ ഹൈവേയിൽ നിന്ന് ഇടപ്പള്ളി എന്ന് പറയുമ്പം ലെഫ്റ്റ്, ചെറിയ ഏത് റോഡ് ലെഫ്റ്റ് തിരിഞ്ഞാലും ഈ പുതിയ റോഡിൽ വന്നെത്താം. അത് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമുക്ക് ഇത് ബൈപ്പാസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ, പറവൂർ ബൈപ്പാസ് എന്ന് തന്നെ പറയാം. നിലവിലുള്ള നാഷണൽ ഹൈവേ അപ്പുറത്തുകൂടെയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ അപ്പുറത്തൂടെ അല്ല കേട്ടോ, അപ്പുറത്തായിട്ടുണ്ട്. ഇനി എത്തി. ഇപ്പം നമ്മൾ നിലവിലുള്ള നാഷണൽ ഹൈവേ വന്ന് കയറും. നമ്മളിപ്പോൾ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ ചേർന്നിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. പാലം ഇവിടെ എന്തിനാണ് ഒരു പാലം? അണ്ടർ പാസേജാണ്. ചെന്ന് ഇറങ്ങി പോയാൽ തിരിച്ച് കയറാൻ പറ്റും. എന്തായാലും ഇവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ഇതെന്തിനാണെന്നറിയാൻ വയ്യ. ഇത് ചെറിയൊരു തോടാണ് കേട്ടോ. യെസ് ഗൈസ്, തോടാണ്. ആ തോടിന് കുറുകെയുള്ള പാലമാണ്. സോറി, തെറ്റിദ്ധരിച്ചു. അണ്ടർ പാസേജ് അല്ല, ഒരു തോടിന് കുറുകെയുള്ള ഒരു പാലമായിരുന്നു. ഇത് വണ്ടി ഓടുന്ന സ്ഥലമൊന്നുമല്ല, മൊത്തം മണ്ണ്. ഓക്കെ, നമ്മൾ വീണ്ടും നാഷണൽ ഹൈവേ വന്ന് കയറും. ഇവിടുത്തെ നാഷണൽ ഹൈവേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ കുടുസ് നാഷണൽ ഹൈവേ ആണ്. നമ്മളിപ്പം ചെറിയ പള്ളിയിലെത്തിയിട്ടുണ്ട്. ചെറിയ പള്ളിയാണെന്ന് തോന്നുന്നു. അതന്നെ, ചെറിയ പള്ളി. ഇവിടെ കംപ്ലീറ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ പുതിയ റോഡ് പോകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ വീതി എന്ന് പറയുന്നത് ഇപ്പം വരുന്ന പുതിയ നാഷണൽ ഹൈവേക്ക് സമീപം വരുന്ന സർവീസ് റോഡുണ്ടല്ലോ, അത്ര പോലും ഇല്ല. ഇത്രയും ചെറിയ നാഷണൽ ഹൈവേ ആണ് ഇവിടെ. ഒരു ചെറിയ പള്ളിയിൽ ഇവിടെ കുറേ ഭാഗത്തേക്ക് ഉടനെ ടാറിങ് പൂർത്തീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാവലൊക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. അത് ഇന്ന് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ വണ്ടിയിൽ കൂടെ നമുക്ക് കയറി പോകണ്ട, നമുക്ക് ഈ റോഡിൽ കൂടെ തന്നെ പോവാം. ഓ, ഈ സ്ഥലപ്പേരെന്താണ്? കണ്ടകർണൻ വെളി. അതെന്ത് പേരാണ് സഹോ? കണ്ടകർണം വെളിയോ? ഇത് സ്ഥലപ്പേര് തന്നെ, കണ്ടകർണം വെളി. വാ, വെറൈറ്റി മാനെ. ഇങ്ങനെ കാണാം പേരിടാൻ. ഇതിലേക്ക് ഇവിടെ ബൈക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഉടനെ താറിങ് കാണും. ഈ ഗ്രാവൽ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വേളി ഉടനെ ഈ ഭാഗത്ത് കുറേ ഭാഗത്ത് താറിങ് കാണുന്നതായിരിക്കും. അങ്ങനെ എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ്. നാഷണൽ ഹൈവേ 66 ആറൂര് പാതയുടെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിലുള്ള റോഡിൻ്റെ 2 സൈഡിൽ കൂടെയാണ് ഇപ്പം റോഡ് വൈഡനിങ് നടക്കുന്നത്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള നിർമ്മാണമൊന്നും നടന്നിട്ടില്ല. റോഡ് നിർമ്മാണം 2 സൈഡിലും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും. നമ്മളിപ്പോൾ വഴിക്കുളങ്ങര എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്നാണ്
പറവൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറവൂർ ബൈപ്പാസിൻ്റെ പ്രത്യേകം ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ നമുക്ക് പറവൂർ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.